എന്തായാലും ഞാൻ വീണ്ടും പറയട്ടെ, ഈ ജാഥ, UDF ജാഥ മലയാള ഭാഷയ്ക്കൊരു പുതിയ പദം തന്നിട്ടുണ്ട്, സംഭാവന തന്നിട്ടുണ്ട്. അതാണ് സ്നേഹത്തള്ള്. ഈ ഭാഷ സമ്പന്നമാണ്. സമ്പന്നമായ മലയാള ഭാഷയ്ക്ക്, ഒരുപാട് പദസമ്പത്തുള്ള ഈ ഭാഷയ്ക്ക് ആ പദവൈവല്യം ഒന്നും പോരാഞ്ഞിട്ട് UDFന്റെ വകയായിട്ട് വന്ന പുതിയ പദമാണ് സ്നേഹത്തള്ള്. കുറ്റാടികൾ കണ്ടത് സ്നേഹത്തള്ളാണത്രേ. ആ സ്നേഹത്തള്ള് അത് മുഷിച്ചപ്പോഴാണ്, സ്നേഹം കൂടിയപ്പോഴാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴെ വീണതെന്ന് പറയുന്നു. ഞാൻ അപേക്ഷിക്കുന്നു, ഇനിയും ജാഥ കലാശിക്കും മുമ്പ് ഇങ്ങനെ സ്നേഹിക്കല്ലേ. ആ വേദിയിൽ എത്തിപ്പെടാനിടയുള്ള കോൺഗ്രസിന്റെ വന്ധ്യ വയോധികരായ നേതാക്കന്മാരാരെയും തള്ളി താഴെ വീഴ്ത്തല്ലേ. നാളെയും അവരാവശ്യമുണ്ട് കുടുംബങ്ങൾക്കെങ്കിലും. അതുകൊണ്ട് മുല്ലപ്പള്ളിക്കുണ്ടായ ആ ഒരു ദുര്യോഗം വേറെ ആർക്കും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നേ പറയാനുള്ളൂ. ഒരു ചോദ്യവും ഞാൻ ചോദിച്ചിരുന്നു, തമാശയല്ല, ഗൗരവമുള്ള ചോദ്യമാണത്. ഇതൊരു ടെക്നോളജിയിലുണ്ടായ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഭാഷയിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. മംഗ്ലീഷ് എന്നൊരു പ്രയോഗമുണ്ട് ഇപ്പോൾ. ഇംഗ്ലീഷ് വാക്കുകൾ അല്ല, മലയാളം വാക്കുകൾക്ക് ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സിലുള്ള സ്പെല്ലിംഗ്, ഇതാണ് മംഗ്ലീഷ്. ഞാൻ ചുമ്മാതിരുന്ന് ഓർത്ത സതീശൻ്റെ ആ പ്രയോഗം കേട്ട ദിവസം, തള്ള് എന്ന വാക്ക്, തള്ളെന്ന വാക്ക് മംഗ്ലീഷൊക്കെ പറയാൻ പറഞ്ഞാൽ സ്പെല്ലിംഗ് എന്തായിരിക്കും? THALLU എന്നായിരിക്കും തള്ള്. സ്നേഹം നമുക്ക് കൂട്ടം, അപ്പോൾ SNEH സ്നേഹ, തള്ള്. തല്ല് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും മംഗ്ലീഷിൽ? പഠിക്കണ്ട. തല്ല് ദേ സ്പെല്ലിംഗ് ആണ്. THALLU തള്ളുവാകും, തല്ലുവാകും. കണ്ടവരൊക്കെ പറയുന്നു കുറ്റാടിയിലേത് രണ്ടാമത്തെ സംഭവമായിരുന്നു. സ്നേഹത്തിൻ്റെ ഒരു മേമ്പൊടി ചേർത്തിട്ട് തല്ലിനെ തള്ളാക്കുന്ന ഈ രാസവിദ്യാപ്രയോഗം, അതും കേരളം കണ്ടു ഈ ജാഥയിലൂടെ. അതെല്ലാം നിർത്തിവെച്ചിട്ട് അല്പം രാഷ്ട്രീയം പറയണം, അല്പം ജീവിതം പറയണം, ഭാവിയെപ്പറ്റി പറയണം. ഗൗരവമേറിയ വിഷയങ്ങളിൽ കാണിച്ചിട്ടുള്ള ഒളിച്ചുപോക്കുണ്ടല്ലോ കോൺഗ്രസിന്റെ. ആ പണിമുടക്കിനെ വഞ്ചിച്ചുകൊണ്ട്, പണിമുടക്കിന്റെ അന്ന് അതിന്റെ ഓരോ ആശയത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ജാഥയെ പറ്റി ഒരു മാപ്പ് പറയണം ജനങ്ങളോട്. INTCക്കാരോട് പറയണം, ഖാർഗെയോട് പറയണം. എൻ്റെ പക്കലുണ്ട് ആ കത്തിൻ്റെ കോപ്പി. മല്ലികാർജുൻ ഖാർഗെ എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് വായിച്ച കത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ആ കത്തിനകത്ത് ഖാർഗെജി ഭംഗിയായും നേരായും പറഞ്ഞു, എല്ലാ കോൺഗ്രസ് ഘടകങ്ങളും കോൺഗ്രസ്സുകാരും പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി സജീവമായി പങ്കെടുക്കണമെന്നാണ് പറഞ്ഞത്. പലയിടത്തും പങ്കെടുത്തു അവർ, പലയിടത്തും പങ്കെടുത്തു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ വൻ നേതാക്കന്മാർ ഖാർഗെയുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, രാഹുലിനെ, സോണിയയെ, പ്രിയങ്കയെ എല്ലാം നിരാകരിച്ചുകൊണ്ടാണ് അന്ന് പണിമുടക്കിൻ്റെ അന്ന് ജാഥകം നടത്തി പണിമുടക്കിനെ, അതിൻ്റെ ആശയങ്ങളെ എല്ലാം തള്ളിപ്പറഞ്ഞത്. ഈ ചോദ്യവും ഉന്നയിച്ചതാണ് ഞങ്ങൾ. ഉത്തരം കിട്ടിയിട്ടില്ല. ഉത്തരം കിട്ടിയാൽ കൊള്ളാം. UDF സംഘടനയുണ്ട്, രാഷ്ട്രീയമുണ്ട്. രണ്ടും വേറെ വേറെയല്ല. രാഷ്ട്രീയമുണ്ട്, സംഘടനയുണ്ട്. രണ്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും തോൽവിയൊന്നും പുത്തരിയല്ലല്ലോ. അല്ലല്ല, എല്ലാ തട്ടിലും തോൽവി പുത്തരിയല്ല. തോറ്റാൽ ഉടനെ കളപൊഴിഞ്ഞു പോയി മാളത്തിൽ ഒളിച്ചുകൊണ്ട് നിൽക്കുന്ന പാർട്ടിയല്ല ഒരു ഇടതുപക്ഷ പാർട്ടിയും. തോറ്റാൽ ഞങ്ങൾ ഉടനെ അയ്യോ എന്ന് പറഞ്ഞ് കരയുകയില്ല. തോൽവിയാണ്. അതിന് പാഠം പഠിക്കണം, തിരുത്തേണ്ടവയെ തിരുത്തണം, മുമ്പോട്ട് പോകണം. അതല്ലാതെ തോറ്റുപോയാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു, ലോകം അവസാനിച്ചു, അങ്ങനെ പറയാൻ ഞങ്ങൾക്കാവില്ല. അതല്ല ഇടതുപക്ഷം. തോറ്റത് ശരിയാണ്,
നിങ്ങൾ പറയും പോലെ തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന വഴികൾ ആരഞ്ഞു, അതിന്റെ ഭാഗമായി ജാഥ നടത്തി. ആ ജാഥയുടെ ഫലമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും LDF അണികളിൽ ഒരു പുതിയ ഉണർവുണ്ടായിട്ടുണ്ട്. എല്ലാ ക്ഷീണവും മാറ്റിക്കൊണ്ട് താഴെ മുതൽ മുകൾ തട്ട് വരെ എല്ലാ സ്ഥലങ്ങളിലും LDFന്റെ പാർട്ടികൾ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്.